യൂട്യൂബ് ചാനൽ ക്ലൂലെസ് സിസ്റ്റേഴ്സ്. സോ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. അതെ, ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ? വൈറ്റ് സോസ് പാസ്ത. യെസ്, വിത്ത് മഷ്റൂംസ്. സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താ റെസിപ്പീസ് എല്ലാം നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നതാണ്. യെസ്, അപ്പോൾ നമ്മൾ നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ബൈ ബൈ. അങ്ങനെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മഷ്റൂംസ് വാഷ് ചെയ്യണം. അതെ, മഷ്റൂംസ് ഒന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. യെസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാക്രോണിയാണിത്. നമുക്ക് നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ലൈക്ക് സ്പെഗറ്റി, മാക്രോണി, പാസ്ത ഏതായാലും. നമുക്കിപ്പോൾ ഇതാണ് ഇവിടെ ഉണ്ടായത്. സോ ഞങ്ങളിത് വെച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ബോയിൽ ചെയ്ത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത്. മഷ്റൂംസ് ഓൾറെഡി പറഞ്ഞിരുന്നു, അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാണ് മെയിൻലി നമുക്ക് വേണ്ടത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ വെള്ളം വെച്ചിട്ട് അതിലേക്ക് മാക്രോണി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അത് നമുക്ക് കുറച്ചിടാം. സോ ഗൈസ്, ഇത് ഒലിവ് ഓയിലാണ്. ഇത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഒലിവ് ഓയിൽ കുറച്ച് കൂടിപ്പോയി. കുഴപ്പമില്ല, ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ മെയിനായിട്ട് ഒഴിക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് ട്രെയിൻ ചെയ്യുമ്പോൾ ഓയിൽ പോവും, പേടിക്കണ്ടായിരുന്നു. A few moments later. ചെറുതായിട്ടൊരു പണി കിട്ടി ഗൈസ്, കുറച്ച് തൂത്തു. എനിവേ അത് തിളക്കട്ടെ. എന്നിട്ടിത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് നേരെ ഊറ്റിയിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ബാക്കി പ്രൊസീജിയർ എന്താ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ പാസ്ത നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. കണ്ടോ? പിന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഇതാക്കണം. ഈ പാസ്ത വേവിച്ച വെള്ളം ഉണ്ടാവുമല്ലോ, കുറച്ച് അത് നമ്മൾ കുറച്ച് മാറ്റി വെക്കണം. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രെയിൻ ആവട്ടെ. പിന്നെ നിങ്ങൾ കണ്ടോ, ഇതൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അതിനാണ് നമ്മൾ മെയിനായിട്ട് ഇത് ഒലീവ് ഓയിൽ ഒഴിച്ചത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അവിടെ വെജിറ്റബിൾ ഓയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ബട്ട് കോക്കനട്ട് ഓയിൽ നമ്മളൊരു ഇറ്റാലിയൻ ഡിഷിന് സ്യൂട്ട് ആവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം മഷ്റൂം സോട്ട് ചെയ്യാൻ പോവാണ്. അത് എന്നിട്ട് മാറ്റി വെക്കാം. ബട്ടർ മതിയാകുമായിരിക്കും. സോ നമുക്ക് മഷ്റൂം ഇട്ട് കൊടുത്തേക്കാം. ഇതിലേക്ക് നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് വെച്ച, ജസ്റ്റ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ബട്ടൺ മഷ്റൂം. ഇതിലിനി നമ്മൾ കുറച്ച് എന്താ പറയുക, പെപ്പറും ഇതുകൂടെ എന്താ പറയുക, എന്തായിരുന്നു, സോൾട്ടും. ബട്ടർ മതിയായില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ഇത്ര കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഫൈൻ പെപ്പർ പൗഡർ. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഗൈസ്, കുറച്ച് മതി. കാരണം മഷ്റൂം ഉപ്പ് ഭയങ്കര പിടിക്കും. കുറച്ച് ഇട്ട് കൊടുക്കാം. നോക്കി കണ്ടൊക്കെ ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡിഷ് തന്നെ കൊള്ളാവും. ഇത് നല്ലോണം സോട്ട് ചെയ്തൊന്ന് നല്ലോണം വെന്ത് വരണം ഗൈസ്. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കണം. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം, ഒന്ന് ജസ്റ്റ് അതൊന്ന് ഇതായി, ചെറുതായി. ക്വാണ്ടിറ്റി കുറഞ്ഞു, ഇട്ട ക്വാണ്ടിറ്റി എല്ലാം ഇപ്പോൾ ഉള്ളത്. ബട്ടറിലും അത് ജസ്റ്റ് നല്ലോണം നല്ലൊരു സ്മെല്ല് വരും ഇപ്പോൾ. യെസ്, ഒരു ഏകദേശം കളർ ചേഞ്ച് ആയ ഉണ്ടാക്കി വെച്ച മഷ്റൂം നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചു. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ബട്ടർ എടുത്തിട്ടുണ്ട്. കുറച്ച് ഒലിവ് ഓയിലും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഗാർലിക് ചെറുതാക്കി ഇതവിടെ നമ്മൾ കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യാം. യെസ്, അപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ആഡ് ചെയ്യാം. അതിനായിട്ട് ചോപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. ഇതൊന്നായി വരുമ്പോൾ അപ്പം നമ്മളിത് എന്താ പറയുക, ഗാർലിക് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലവർ പൗഡർ എന്ന് പറയും. കോൺഫ്ലവർ ഓർ മൈദ?
ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കോൺഫ്ലവർ ആണ് ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യല്. അതൊന്ന് യൂസ് ചെയ്തിട്ട് ഒന്ന് കഴിയുമ്പം നമ്മൾ കുറച്ച് മാറ്റി വെച്ച് കുറച്ച് പാലുണ്ട്, പാല് നമ്മൾ ഒഴിക്കണം ഇതിലേക്ക്. അതെ, പാൽ ഒഴിക്കണം. അപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവും. അതെ, കോൺഫ്ലവർ ഇട്ടുകൊണ്ട് ഒരു തിക്ക് കൺസിസ്റ്റൻറ്റിലേക്ക് നമുക്കിതൊരു ക്രീമി ടെക്സ്ചർ ആവും. ഒന്ന് തിളയ്ക്കണം ജസ്റ്റ് ഒന്ന്. ഈ മീൻ ടൈമിൽ നമുക്ക് കുറച്ച് എന്താ പറയുക, ഇത് ക്രഷ്ഡ് ചില്ലീസ് അതിടണം, ചില്ലി ഫ്ലേക്സ്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ഇത് കഴിഞ്ഞാൽ ഈ കണ്ടോ ഇങ്ങനെ നല്ലോണം ഈ ഫ്ലെയിം കുറച്ച് വെക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് മതി, ആവശ്യത്തിന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നമ്മളെടുത്തോട്ടോ അമൂലിൻ്റെ ഫ്രഷ് ക്രീം. അപ്പോൾ ഒന്നും കൂടി കുറച്ച് തിക്കാവും കേട്ടോ. ഒരു ക്രീമി ടേസ്റ്റ്. നമ്മൾ ഉണ്ടാക്കുന്നത് വൈറ്റ് പാസ്തയാണ്, അപ്പോൾ ആ ഒരു ക്രീമി ഇത് വരണം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒറിഗാനോ ആണ്. അത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അത് ആവശ്യത്തിനനുസരിച്ച് ഫ്ലേവറിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി എല്ലാവരും. കാരണം ചിലവർക്ക് അത് ഓവർ ഫ്ലേവർ ഇഷ്ടാവില്ല. നമ്മളത് നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു പാസ്ത വേവിച്ച വെള്ളം, അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും നമുക്ക്. എന്നിട്ട് കുറച്ചൊന്ന് ഫ്ലെയിം ഹൈയിലാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രേറ്റഡ് ചീസാണ് ഇടാൻ പോകുന്നത്. നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇടണം. അങ്ങനെ നമ്മുടെ വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാക്രോണി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. സോ നേരത്തെ നമ്മൾ മഷ്റൂം ജസ്റ്റ് ബട്ടറിൽ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ആക്ച്വലി നിങ്ങൾക്ക് ഇതിൽ ചിക്കനൊക്കെ ഇടാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ നോമ്പിലായതുകൊണ്ട് മാത്രമാണ് മഷ്റൂം പാസ്ത ആക്കിയത്. നമ്മൾ ചിക്കൻ ഇട്ടിട്ട് വേറൊരു പാസ്ത നമ്മൾ വേറെ ഉണ്ടാക്കിയ ഒരു എപ്പിസോഡ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രോക്കോളി അല്ലായിക്കോ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. സോ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ ഉപ്പിന് നോക്കിയിട്ട് അനുസരിച്ച് അതിനനുസരിച്ച് ഇട്ടാൽ മതി. സോ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. ഓക്കെ, ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ പാസ്ത റെഡി ആയിട്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്തായാലും കഴിച്ചു നോക്ക്. അപ്പം ഞാനാണ് ഫസ്റ്റ് കഴിക്കാൻ പോകുന്നത്. കുഴപ്പമൊന്നുമില്ലാന്ന് വിചാരിക്കണം. എന്താ ഓവറാക്കരുത്, ജെനുവിനായിട്ട് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. എനിക്കിഷ്ടപ്പെട്ടു, യമ്മിയ. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ബൈ.